Hello friends, Kunjoos Gallery everyone swagatham. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീൻസിനെ ടൈ ചെയ്യുന്നതാണ്. എത്രത്തോളം വിജയിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാനത് ഫസ്റ്റ് ടൈം ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ടോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു ഡെനിം ഫാബ്രിക്കിൽ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. ഇതൊരു ചെറിയൊരു ലൈക്ര ടൈപ്പ് ഫാബ്രിക് ആണ്. ഒറിജിനൽ ജീൻസ് അല്ല, ഡെനിമാണ്. പക്ഷെ ഒരു ചെറിയൊരു വലിവുള്ള ടൈപ്പ് ജീൻസ് ആണ്. എന്താ പറയുക, ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ബെൽ ബോട്ടം ജീൻസ് ആണ്. ഈ ജീൻസ് ഞാൻ കളർ ചെയ്യാൻ പോവാണ്. എന്നാലും വിജയിക്കില്ല എനിക്കറിയില്ല. വിജയിച്ചാലും ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു ഡൈയിങ് ചെയ്തതിന്റെ ഔട്ട്പുട്ട് നിങ്ങളെ കാണിച്ചിരിക്കും. അപ്പോൾ ഞാനിതൊരു കൂടെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് എടുക്കുന്നത്. ഡാർക്ക് ബ്ലൂവില് ഒരു 15 രൂപയുടെ പാക്കറ്റ്, ജസ്റ്റ് 15 രൂപയുടെ പാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ പാന്റ് ഡൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിന് വെള്ളം എടുത്തേക്കാണ്. അതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കാത്ത ഗ്ലാസ് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ചൂടായിട്ടുള്ള വെള്ളം എടുക്കാൻ പറ്റാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളത്തെക്കാട്ടും കൂടുതൽ നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്താൽ മതി. അതിനുശേഷം നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ കളർ നമ്മൾ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വുഡ് സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ നല്ല ഡാർക്ക് വേണ്ടായിരിക്കും, ഷെയ്ഡ് ഡിഫറൻസ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇടുന്ന ക്വാണ്ടിറ്റിയുടെ പൗഡർ കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒപ്പം വൈറ്റ് മിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷെയ്ഡ് ഡിഫറൻസ് ആവും. ഞാനിപ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ചെയ്തത്. നമ്മൾ ആദ്യം ഒരു ഗ്ലാസ്സിൽ മിക്സ് ചെയ്തിട്ട് ഫുൾ വെള്ളത്തിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കുക എന്നുള്ള ചാൻസ് ഉള്ള കാരണമാണ് നമ്മളൊരു ഗ്ലാസ്സിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ പറയുക, ഇപ്പോൾ കളർ ഇപ്പോൾ കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് നമുക്ക് ഡ്രസ്സ് മുക്കിയതിന് ശേഷം കളർ കൂടുക നോക്കിയിട്ട് കാര്യമില്ല. ഡ്രസ്സ് മുക്കണേറ്റ് മുന്നേ ഏതെങ്കിലും ട്രയൽ പീസായിട്ട് വല്ല ഫാബ്രിക്കും വെച്ച് നമുക്ക് മുക്കാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഫാബ്രിക് വെച്ച് മുക്കി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഏകദേശം കളറ് മനസ്സിലാവും. പിന്നെ നമ്മൾ ഫാബ്രിക് എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കൂട്ടിപ്പിടിച്ചിടാണ്ട് നന്നായിട്ടൊരു അഴഞ്ഞ രീതിയിൽ ഇടാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് എല്ലാ സൈഡിലേക്കും കളറ് പെർഫെക്റ്റ് ആയിട്ടാവില്ല. ഈവൻ നമുക്ക് നമ്മുടെ ബ്ലൂ കളർ ജീൻസ് തന്നെ കുറേ കഴിയുമ്പോൾ നരച്ച് പോകും. അപ്പോൾ ആ ഒരു ജീൻസ് സെയിം കളറിലേക്ക് തന്നെ നമുക്ക് പിന്നെയും ഡൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ജീൻസിൻ്റെ ലുക്കായിരിക്കും. ആക്ച്വലി ഈ ജീൻസ് എന്ന് പറഞ്ഞാൽ കുറേ ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൈങ് ചെയ്തപ്പോൾ പെർഫെക്റ്റായിട്ട് പുതിയ ജീൻസിൻ്റെ അവിടേക്ക് എത്തി. പക്ഷെ ചെറുതായിട്ടൊരു പാളിപ്പോകാൻ കാരണം ഉണ്ടായത് നമ്മുടെ നൂല് ഡൈ കയറിയില്ല. നൂലൊരു വേറെ ടൈപ്പ് നൂലായ കാരണം നമുക്ക് സെയിം ഫാബ്രിക്കിൻ്റെ നൂലല്ല, പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള നൂലായ കാരണമാണ് അതിൽ ഡൈ പിടിക്കാൻ. നമ്മൾ മുൻപൊരു ബ്ലാക്ക് ടോപ്പ് ചെയ്തിരുന്നു. ആ ടോപ്പിലും എല്ലാവരും സംശയം പറഞ്ഞിരുന്നു, ഈ ടോപ്പ് തന്നെയാണ് ആ ടോപ്പ് എന്നൊക്കെ ചോദിച്ചിരുന്നു. കാരണം ആ നൂല് ഉപയോഗിച്ചിരിക്കുന്നത്, അവർ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂലും ഫാബ്രിക്കും തമ്മിലുള്ള ഡിഫറൻസ് കാരണമാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഒരു വേറെ മോഡൽ ലുക്കായി എന്ന് മാത്രം. വൈറ്റിലെ ലൈൻസ് ശരിക്കും അതൊരു എംബ്രോയിഡറി ലുക്കായി വന്നു. ഈ ജീൻസിനും എനിക്ക് പറ്റിയൊരു എന്താ പറയുക പണി എന്ന് പറയാൻ കാരണം ആ ജീൻസിൽ ഡൈ ചെയ്തപ്പോൾ ആ നൂലിൻ്റെ കളർ മാത്രം ഡിഫറെൻ്റായി, ഷെയ്ഡ് വന്നുള്ളൂ. പക്ഷേ അതൊരു വേറെ ലുക്കായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈവൻ നമുക്ക് കുറേ മോഡൽസ് ജീൻസ് തന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ ഫാബ്രിക്കിൻ്റെ സെയിം കളറായിരിക്കില്ല സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ഡിസൈനാണ് ചെയ്തത്. എനിക്ക് ആക്ച്വലി വളരെയധികം ഇഷ്ടമായിട്ടാണ്. അങ്ങനെ നമ്മുടെ ജീൻസ് ഇവിടെ ഡൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഡൈ ചെയ്യുമ്പോൾ സോൾട്ട് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സോൾട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ കളർ ഫിക്സ് ആവുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. ആ കഴുകുമ്പോൾ ഒരു ചെറിയൊരു കളർ പോവും. അത് നമ്മുടെ വെള്ളം കുടിച്ചിട്ടുണ്ട്. ആ വെള്ളം പോണ കളറാണ്. അല്ലാണ്ട് നമ്മുടെ തുണിയിൽ പിടിച്ച കളർ ഒരിക്കലും പോവില്ല. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറേ വട്ടം ഇട്ട് നോക്കി, പക്ഷേ ഇതുവരെയായിട്ട് കളർ വാഷിംഗ് ഒക്കെ ചെയ്ത് നോക്കി, പക്ഷേ കളറൊന്നും പോകുന്നില്ല. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ജീൻസ് ഡൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. See you with another video. Bye.